അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് പുതിയൊരു TWS ആണ്. അതായത് ഒപ്പോൻ്റെ ഒരു പുതിയ TWS ആണ് ഉണ്ടാകുന്നത്. ഒപ്പോ എൻകോ ബഡ്സ് 2 എന്ന് പറഞ്ഞൊരു പുതിയ TWS ആണ്. റീസെൻ്റ്ലി ഇപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 2000 രൂപയുടെ താഴെ ഒരു ബെസ്റ്റ് TWS ഈ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാമെന്ന് പറയാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഒപ്പോൻ്റെ എൻകോ ബഡ്സ് 2 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒപ്പോൻ്റെ എൻകോ സീരീസിൽ നമുക്ക് കുറേ TWS ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റ് റേഞ്ചിലും അതുപോലെ തന്നെ ഹൈ റേഞ്ചിലും എല്ലാത്തിനെയും ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാമെന്ന് പറയാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഒപ്പോൻ്റെ പ്രൊഡക്റ്റുകൾ തന്നെയാണ് റീബ്രാൻഡ് ചെയ്തിട്ട് OnePlus കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ടും സെയിം കമ്പനീസ് തന്നെയാണ്. ഞാൻ ആവശ്യത്തിൽ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 99% അല്ലെങ്കിൽ 98% ഒക്കെ രണ്ടും സെയിം ആണ്. സൗണ്ട് സിഗ്നേച്ചറിലും ബിൽഡ് ക്വാളിറ്റിയിലും എല്ലാ കാര്യത്തിലും. പിന്നെ ചെറിയ സോഫ്റ്റ്വെയർ ടെക്നിക്ക് മാത്രമേ ഡിഫറൻസ് വരാറുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായാലും ഇതിൻ്റെ പുതിയ ബഡ്സിൻ്റെ നമുക്ക് ആക്ച്വലി ഒരു ബ്ലാക്ക് കളർ ബോക്സ് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി കണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിന് 1999 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് 24 hour ബാക്കപ്പ് തന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എൻകോ ലൈവ് സ്റ്റീരിയോ സൗണ്ട് ഇഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡബിൾ ടാപ്പ് ടു കൺട്രോൾ ക്യാമറ കൺട്രോൾ ചെയ്യാനുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10mm ടൈറ്റാനിയം ഡ്രൈവറാണ് ഇതിൽ വരുന്നത്. AI നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നോയ്സ് കോൾസിന്. അതുപോലെ തന്നെ ബൈന്യൂറൽ ലോ ലാറ്റൻസി വിത്ത് ബ്ലൂടൂത്ത് 5.2 എന്ന് പറയും. അപ്പോൾ നമുക്ക് ഗെയിമിങ്ങിനും കാര്യത്തിലും അതിനും പറ്റും. പിന്നെ ഇതിൻ്റെ MRP കൊടുത്തേക്കുന്നത് 3999 രൂപയ്ക്കാണ് കേട്ടോ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2000 താഴേക്ക് റേഞ്ച് വരുന്നതിൻ്റെ 5 watt 1 ampere വെച്ചാണ് ചാർജ് ചെയ്യേണ്ടത്. അതുപോലെ പ്രത്യേകിച്ച് അവിടെ ചാർജിങ് ഇൻപുട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ OnePlusൻ്റെ അല്ലെങ്കിൽ ഒപ്പോൻ്റെ ഒക്കെ സൂപ്പർ ബോക്സ് ചാർജിൽ നിന്ന് എടുത്ത് കയറി കുത്തരുതിട്ടാ. റെയർ കേസിലൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ, അല്ലാണ്ട് റെഗുലറായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡ് അടിച്ചു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഫാസ്റ്റ് ചാർജിങ് വേണ്ടി നമ്മളത് കുത്തരുതിട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ ഡീറ്റെയിൽസ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ പുതിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലേക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനലിൽ വെച്ച് നമ്മൾ ആമസോണിൽ തുടങ്ങിയതാണ്. ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട. പിന്നെ എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒപ്പോൻ്റെ എൻകോ ബഡ്സ് 2ൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ബോക്സ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഒരു നോർമൽ ഇവരുടെ വരുന്ന ബോക്സിൻ്റെ ഒരു സ്റ്റൈൽ തന്നെയാണ്. വൈറ്റ് കളർ ബോക്സാണ് വരുന്നത്. ഒപ്പോ എൻകോ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറിൽ എത്തിയിട്ട് എന്തായാലും ഇത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓൾറെഡി ഇവിടെ പടം കാണാം. അത് ഫുൾ ഒരു മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് വേണമെങ്കിൽ പറയാം കളറിൻ്റെ. ഇപ്പോൾ ബഡ്സ് 2 എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് എൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ചെറിയൊരു ലൈറ്റ് സിൽവർ കളറിലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണുമെന്ന് അറിയില്ല. 28 hour ഓഫ് ലിസണിങ് ടൈം എന്ന് കൊടുത്തിട്ടുണ്ട്. എൻകോ ലൈവ് സ്റ്റീരിയോ സൗണ്ട് ഇഫക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ടു കൺട്രോൾ ക്യാമറ എന്ന് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ക്യാമറ കൺട്രോൾ ഫീച്ചർ ഉണ്ട് ഇപ്പോൾ ഇതിൽ. 10mm ടൈറ്റാനിയം ഡ്രൈവറാണ് വരുന്നത്. AI നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോ ലാറ്റൻസി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.2 ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയർ ഓഫ് ഇമ്പോർട്ട് സെപ്റ്റംബർ 2022 മെയ്ഡ് ഇൻ ചൈന. നിങ്ങൾക്ക് അറിയായിരിക്കും. ഇമ്പോർട്ടഡ് മാർക്കറ്റഡ് ബൈ ഒപ്പോ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈസിങ് കൊടുത്തിട്ടുണ്ട്. 3999 പ്രൈസിങ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1999 പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് കട്ട് ചെയ്യാം. ഇത് പുതിയ പാക്കറ്റാണ്, സീൽഡ് പാക്കറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സീൽ കാണണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്യണം. താഴെയായിട്ട് ചെറിയൊരു സീലുണ്ട്. അപ്പോൾ ഞാൻ നൈഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്യാം. ഒരു സീലുള്ളൂ കേട്ടോ. എന്താ നമുക്ക് ഒരു സീൽ ഉണ്ടായിരുന്നു, നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിക്കാൻ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാം, ഇത്ര കാലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബോക്സിൽ നിന്ന് എടുത്തിട്ടുണ്ട് സംഭവം. ഇതൊരു പെബിൾ സ്റ്റൈലാണ് കേട്ടോ. ഇതിൻ്റെ എന്താ പറയുക, ലുക്ക് ആൻഡ് ഫീൽ സൂപ്പറാണ്. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഓൾറെഡി മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നില്ലെന്ന് മാത്രം. പക്ഷേ എനിക്ക് എന്തായാലും ഒപ്പോൻ്റെ നമ്മൾ മുമ്പ് പരിചയപ്പെട്ട് നല്ല സംഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ല ഒരു ക്വാളിറ്റി ഉള്ള സംഭവം തന്നെ ആവാൻ തന്നെയാണ് ചാൻസ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞത്. ഇതെന്തത് ഇത് നമുക്ക് എടുത്ത് നോക്കാം. അത് എല്ലാം അറ്റാച്ച്ഡ് ആണ്. ഒരു പാക്കിങ് അവർ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ ബഡ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ബഡ്സ് എൻകോ 2 പറഞ്ഞിട്ടൊരു ബുക്ക്ലെറ്റും വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ആവശ്യമൊന്നുമില്ല. താല്പര്യമുള്ളവർക്ക് വായിച്ച് നോക്കട്ടെ. ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു കട്ടിയുള്ള ബുക്കാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ സംഭവം എടുക്കാം. പാക്കേജിങ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ പാക്കേജിങ് കൊള്ളാം, അതിൻ്റെ ഡിസൈനും കൊള്ളാം. അതിൻ്റെ സൈഡിലൊക്കെ ഇതെന്താ സംഭവിച്ചത്, മാറ്റ് ഫിനിഷാണ് മുകളിലൊക്കെ. പക്ഷേ സൈഡിൽ പിയാനോ ഫിനിഷാണ്. അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇത് കൊള്ളാം കേട്ടോ. ശരിക്കും ഒരു പെബിൾ ഒരു കല്ല് പോലെ ഉണ്ട് നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇടുന്നവരെ. ഒപ്പോൻ്റെ ബ്രാൻഡിങ് ചെറുതായിട്ടൊരു ബ്രാൻഡിങ് ആണ്. അതും ബ്ലാക്ക് കളറിലാണ്. അതുകൊണ്ട് കാണാൻ പറ്റുന്നത് ഞാൻ അങ്ങനെ സൈഡിൽ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണണ്ടായിരിക്കും. അപ്പോൾ ഓവറോൾ ഒരു സംഭവം ബിൽഡ് ക്വാളിറ്റി 1.5 ബിൽഡ് ക്വാളിറ്റിയാണ്.
വലിയ ഹെഫ്റ്റൊന്നും ഇല്ലടാ, പക്ഷേ ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്ത ബിൽഡ് ക്വാളിറ്റി നമുക്ക് തുറന്നു നോക്കാം. ഒരു രക്ഷയില്ല, അതിൻ്റെ ലിഡൊക്കെ ഭയങ്കര ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതൊന്ന് കടയ്ക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നതായിരിക്കും. സൂപ്പർ ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. തൊടുമ്പോൾ തന്നെ അതിൻ്റെ ബാക്കിൽ അവരുടെ എന്താ പറയുക കുറേ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, വേറെ സ്പെഷ്യലായിട്ടൊന്നും എഴുതിയിട്ടില്ല. ഹിഞ്ചും കൊള്ളാം. താഴെ നമുക്കൊരു ടൈപ്പ് സി പോർട്ട് ചാർജിങ് വരുന്നുണ്ട്, ഒരു ചെറിയ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. വേറെ ഒരു ബട്ടണും ഇല്ല, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഫോണായിട്ട് പെയർ ചെയ്യാം. അപ്പോൾ സംഭവം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇടിവെട്ട് സംഭവമായിരിക്കാനാണ് ചാൻസ്. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കണ്ടിട്ട് ഒരു രക്ഷയില്ലാത്ത ബിൽഡ് ക്വാളിറ്റി പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഫോൺ എടുത്തിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് ലിഡ് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് പെയറിങ് വരണമല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ പെയറിങ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്കാൻ ആവട്ടെ. അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ വന്ന് കണ്ടിട്ടു നമ്മുടെ OnePlus വരുന്ന പോലെ. ഇതെൻ്റെ ആക്ച്വലി OnePlus ഫോണാണ്, പക്ഷേ ഇതിൽ OnePlus പോലെ തന്നെ ഗൂഗിൾ പെയറിങ് വന്നു കേട്ടോ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നമുക്ക് കണക്ട് കൊടുക്കാം. കണക്റ്റിംഗ് വന്നിട്ടുണ്ട്. കണക്റ്റിംഗ് ചെറിയൊരു ലാഗ് ഉണ്ട്. കണക്റ്റായത് ഇവിടെ കണക്റ്റായിട്ട് വരുന്നുണ്ട്. കണക്റ്റായി. ഇവിടെ നമുക്ക് രണ്ടെണ്ണത്തിനും ബാറ്ററി കാണിക്കുന്നുണ്ട്. രണ്ടെണ്ണത്തിൽ 100% കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി നോക്കി നോക്കാം. നമുക്ക് ഹൈ ക്വാളിറ്റി ഓഡിയോ AAC സപ്പോർട്ട് വന്നിട്ടുണ്ട്, കോൺടാക്ട് ഷെയറിംഗ് വന്നിട്ടുണ്ട്. ഇയർബഡ് ഫംഗ്ഷൻ എക്സ്ട്രാ വരുന്നുണ്ട്, അതും കൊള്ളാം. കണ്ടോ വ്യൂ ട്യൂട്ടോറിയൽ. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വിയർ ഇയർബഡ്സ് ആൻഡ് ടാപ്പ് കണ്ടിന്യൂ ടു ലേൺ ഇയർബഡ് കൺട്രോളാണ്. കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ പ്ലേ നെക്സ്റ്റ് ആണെങ്കിൽ നമുക്ക് ഡബിൾ ടാപ്പ് ടു ഇയർബഡ് ആണെങ്കിൽ നമുക്ക് പ്ലേ നെക്സ്റ്റ് കിട്ടാം. അപ്പോൾ നമ്മളിത് വിയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇയർബഡ് എടുത്തിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് വെക്കുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, ഇതും കൊള്ളാം. ഇതും ഇടിയോട് ക്വാളിറ്റി, ഇതും മാറ്റ് ഫിനിഷും അതുപോലെ തന്നെ ഉള്ളിൽ വരുമ്പോൾ പിയാനോ ഫിനിഷാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് നമ്മുടെ ചെവിയിൽ വെക്കുകയാണ് കേട്ടോ. അതവർ ചെറിയൊരു ഓഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് നമുക്കിതൊരു കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെവിയിൽ വെച്ചിട്ടുണ്ട്. ഇതടച്ചു. ഡബിൾ ടാപ്പ് ഓൺ ഇയർബഡ് സ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സക്സസ്ഫുൾ കാണിച്ചു. അടുത്തത് പ്രീവിയസ് ടാക്ക് ആണെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് കേട്ടോ. അതും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ഡെമോ ആണ് കേട്ടോ. അപ്പോൾ ഓൾ കൺട്രോളിൽ കാണുന്നത് അത്രേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ അതിൻ്റെ ഫുൾ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും വേറെ അല്ലെങ്കിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ നോക്കാം. ഇല്ല എന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ നമ്മുടെ എന്താ പറയുക സ്ക്രീൻ നമ്മുടെ നേരെയാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു രക്ഷയില്ലാത്ത ബിൽഡ് ക്വാളിറ്റി തന്നെ പറയേണ്ടി വരും. എന്താ വെച്ചാൽ ഇത് വെക്കുമ്പോൾ ശരിക്കും ANC ഉള്ള ഒരു ഇയർബഡ് വെക്കണ പോലെ ഉണ്ട്. ശരിക്കും നമ്മുടെ നോയ്സൊക്കെ ക്യാൻസൽ ആവുന്നുണ്ട് ഇത് വെക്കുമ്പോൾ. നമ്മുടെ AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ACയുടെ സൗണ്ടൊന്നും കിട്ടുന്നില്ല. ചെറുതായിട്ട് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഫാനിൻ്റെ സൗണ്ടും കിട്ടുന്നില്ല. ശരിക്കും എയർ ടൈറ്റ് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ബിൽഡ് ക്വാളിറ്റി രക്ഷയില്ലാത്ത ബിൽഡ് ക്വാളിറ്റിയാണ്. ഇതിൻ്റെ മൈക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു മൈക്ക് ഉണ്ട്, സൈഡിലൊരു മൈക്ക് ഉണ്ട്. 2 മൈക്ക് തന്നെ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ല. പിന്നെ ആപ്പിൽ ഞാൻ ഓൾറെഡി കാണിച്ചെന്നല്ലോ, നമുക്കിതിൽ സൗണ്ട് ഇഫക്റ്റായിട്ട് ഒറിജിനൽ സൗണ്ട് ഉണ്ട്, ബാസ് ബൂസ്റ്റ് ഉണ്ട്, ക്ലിയർ വോക്കൽസ് ഉണ്ട്. ശരിക്കും നമ്മുടെ OnePlusൻ്റെ പഡിൽ വരുന്ന ഫംഗ്ഷൻസ് ഇല്ലേ, സെയിം, ഒരു വ്യത്യാസമില്ല. ഇയർബഡ് കൺട്രോൾസിലാണെങ്കിൽ നമുക്ക് സിംഗിൾ ടാപ്പ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അസൈൻ ചെയ്യാം. ഡബിൾ ടാപ്പ് ആണെങ്കിൽ നെക്സ്റ്റ് ആണ്. ട്രിപ്പിൾ ടാപ്പ് ആണെങ്കിൽ പ്രീവിയസ് ആണ്. ടച്ച് ആൻഡ് ഹോൾഡ് ആണെങ്കിൽ വോളിയം ഡൗൺ. അപ്പോൾ നമുക്ക് വോളിയം കൺട്രോൾ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഇനീഷ്യൽ ഇംപ്രഷനായിട്ട് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഈ സംഭവത്തിൻ്റെ ഉപയോഗം എന്താ, കോൾസും മ്യൂസിക്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ഒരു പാട്ടൊന്ന് ഞാൻ കേട്ടോക്കട്ടെ കേട്ടോ. എന്താ പറയുക, ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഒരു സോങ് നമുക്ക് ഇനീഷ്യലായിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ്ങനെ കേട്ടോക്കട്ടെ. പാട്ട് ഓണാക്കി. സൂപ്പറാണ് കേട്ടോ, രക്ഷയില്ല. നല്ല ബാസ് ഉണ്ട്, നല്ല ക്ലിയർ വോക്കൽ ക്വാളിറ്റി, ഒടുക്കത്തെ ക്ലിയർ ആണ്. 40% ഞാൻ സൗണ്ട് വെച്ചുള്ളൂ, പക്ഷേ അപ്പം തന്നെ നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ സൗണ്ട് വോളിയം ഉണ്ട്. ഒരു രക്ഷയില്ല. ഞാൻ എന്തായാലും നമുക്ക് കുറച്ച് നേരം കേട്ടിട്ട് അതുപോലെ തന്നെ കോൾസും ഗെയിംസൊക്കെ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിത് കുറച്ച് നേരം വെച്ച് ആക്ച്വലി നോക്കിയിട്ടാണ് ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ കേസ് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുക. പക്ഷേ ഈ സാധനം നമ്മൾ യൂസ് ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി തന്നെയാണ്. നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാം. 2000-ൻ്റെ താഴെ നിങ്ങൾ ഇയർബഡ് ഇപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ ഒപ്പോ കണ്ണും കൂട്ടി വാങ്ങിക്കാട്ടോ. ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, മ്യൂസിക് ക്വാളിറ്റി ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ കോൾ ക്വാളിറ്റി നല്ലോണം കിട്ടുന്നുണ്ട്. ഗെയിമിംഗ് മോഡ് ഒരു കോൾ എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ ഗെയിമിംഗ് മോഡൊന്നും ഇല്ല, പക്ഷേ എന്താ പറയുക കൺട്രോളബിൾ ആയിട്ടുള്ള നമുക്ക് ഗെയിമൊക്കെ ഈസിയായിട്ട് കളിക്കാൻ പറ്റുന്ന ലാറ്റൻസി തന്നെയാണ് അവർ കൊടുത്തേക്കുന്നത്. എത്രയെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് അങ്ങനെ കളിച്ച് നോക്കിയപ്പോൾ വലിയ ഇഷ്യൂ ഒന്നും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ ബൈലാറ്ററൽ ലോ ലാറ്റൻസി മോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. അപ്പോൾ ഒരു ഇഷ്യൂ വരാനുള്ള ഒരു ചാൻസും ഇല്ല. നമുക്ക് എന്തായാലും 2000-ൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇടിവെട്ട് വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് തന്നെയാണെന്ന് പറയാം. നിങ്ങൾക്ക് കണ്ണുമൂട്ടി വാങ്ങിക്കാം. ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ ആക്ച്വലി ഇത് നോക്കിയത് നമ്മുടെ ഒപ്പോൻ്റെ സ്റ്റോർ വഴിയാണ്.
നമ്മുടെ എനിക്ക് തോന്നുന്നത് സെയിൽ ചെയ്യുന്നത് ഫ്ലിപ്കാർട്ട് വഴിയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു നെഗറ്റീവ് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ആമസോണിൽ ഇല്ലെന്നുണ്ട് ഒപ്പോൻ്റെ. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഞാൻ എന്തായാലും നമ്മുടെ നിങ്ങൾക്ക് ഒപ്പോ സ്റ്റോറിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം കേട്ടോ. 2-3 ദിവസത്തിലുള്ള ഒരു ബ്ലൂ ഡാർട്ട് വഴിയൊക്കെ സെൻഡ് ചെയ്യുക. അപ്പോൾ 2 ദിവസത്തിൽ സാധനം കിട്ടും. എന്തായാലും കൊള്ളാം, വീഡിയോയുടെ സാധനം തന്നെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ നേരിട്ട് വിളിക്കണം. ബൈ.